ഇതാണ് ഇവിടുത്തെ ഫുൾ ടെൻറ്റ്. ഭൂമിയിലെ ഒരുപാട് ആലോചിച്ചും ഹരിച്ചും ഗുണിച്ചും ഒക്കെ കഴിഞ്ഞ് എടുത്തൊരു തീരുമാനം. ആ ഒരു കാര്യം ചെയ്യാനാണ് ഞാനിത് ഇവിടെ പെട്ടിയും കിടക്കൊന്നുമില്ല, എന്നാലും എൻ്റെ ഒരു ബാഗൊക്കെ എടുത്ത് ഞാൻ ഇറങ്ങിയേക്കുന്നത്. എങ്ങോട്ടേക്കാണെന്ന് വെച്ചാൽ കുറേ നാളായി ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പിൽ പങ്കെടുക്കണം. ഞാൻ മുമ്പ് ക്യാമ്പ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, പക്ഷേ അങ്ങനെ പക്കാ സ്ട്രേഞ്ചേഴ്സായിട്ട് അങ്ങനെ അറ്റൻഡ് ചെയ്തിട്ടില്ല. സോ ഞാൻ വിചാരിച്ച ഒരു കാര്യമായിരുന്നു അത്, എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലൊരു കാര്യമായിരുന്നു. നിയർ ബൈ ആണെങ്കിലും കുഴപ്പമില്ല, ഒരു സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പ് അറ്റൻഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഇന്ന് ഞാൻ അതിന് പോവുകയാണ് ഗൈസ്. അപ്പോൾ ഞാൻ ഇതേ മെട്രോ ഒക്കെ കയറി സൗത്ത് ബസ് സ്റ്റാൻഡ് അവിടെയാണ് എല്ലാവരും ഗ്യാദർ ചെയ്യുന്നത്. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് പോകാം. ഞാനപ്പം നമ്മളുടെ മീറ്റിംഗ് പോയിൻ്റ് ആയിട്ടുള്ള സൗത്ത് KSRTC ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തെത്തി. ആക്ച്വലി എനിക്ക് വ്ളോഗ് എടുക്കുമ്പം ഇതെങ്ങനെ ടേൺ ഔട്ട് ആവും എന്ന് എനിക്കറിയത്തില്ല. കാരണം നിങ്ങൾക്കൊക്കെ അറിയാലോ, ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ടാണ്. സോ ഇങ്ങനെ സ്ട്രേഞ്ചേഴ്സിൻ്റെ ഇടയിലൊക്കെ പോയിട്ട് വ്ളോഗ് എടുക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ എങ്ങനെ ഉണ്ടാവുമെന്ന്. അപ്പം മാക്സിമം ഞാൻ ട്രൈ ചെയ്യാം. എൻ്റെ ഇൻട്രോവേർട്ട് സ്വഭാവം മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാനിതൊക്കെ ഇങ്ങനത്തെ മീറ്റപ്പിനും ക്യാമ്പിനൊക്കെ പോകുന്നത്. സോ ലെറ്റ്സ് സീ ഹൗ ഇറ്റ് വിൽ ബി ഗോയിങ്. അപ്പോൾ ഞാൻ എന്തായാലും ഈ ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിലോട്ട് പോയി നോക്കട്ടെ. ഓൾറെഡി ഇച്ചിരി ലേറ്റായി, എന്നാൽ ലെറ്റ്സ് സീ, നമുക്ക് പോയി നോക്കാം. ഈ ബസ് സ്റ്റാൻഡ് എത്തിയപ്പോഴും എനിക്ക് ഡബിൾ മൈൻഡ് ആയിരുന്നു കേട്ടോ, തിരിച്ച് റൂമിലോട്ട് പോയാലോ അല്ലെങ്കിൽ പോകണോ എന്താണെന്നുള്ളത്. കാരണം എനിക്ക് ഈ സ്ട്രേഞ്ചേഴ്സിൻ്റെ അടുത്തൊക്കെ പോയിട്ട് എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഒരു വിധത്തിൽ ഞാനിത് ചെയ്യും എന്നുള്ളൊരു പൂർണ്ണ വിശ്വാസത്തിൽ ഞാനൊരു കണക്കിൽ ബസ്സിലോട്ട് കയറുന്നതിന് മുമ്പ് നമ്മളുടെ ഒരു കാർഡ് കണ്ടുപിടിക്കുന്ന ഒരു ആക്ടിവിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഞാനത് ഒരുപാട് പറഞ്ഞ് ഒരു സർപ്രൈസ് കളയുന്നു. അങ്ങനെ നമ്മളുടെ യാത്ര ബൈ 9 AM സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഒരു 3 hours 4 hours എന്തായാലും നമുക്ക് ട്രാവലിംഗ് ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ലഞ്ചും കഴിക്കണം. ആൻഡ് ബസ്സിൽ വെച്ച് നമ്മൾ അന്താക്ഷരി കളിച്ചു, കുറേ ഗെയിംസ് കളിച്ചു. ഈ ഒരു ഹോട്ടലിൽ നിന്നാണ് നമ്മൾ ലഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ബിരിയാണിയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. കുഴപ്പമില്ല, ഒരു ഓക്കെ ബിരിയാണി ആയിരുന്നു. പക്ഷേ എന്താ പറയുക, ഇപ്പം നമ്മളുടെ ആ ഒരു കൊച്ചി സ്റ്റൈലല്ല. ഞാൻ മനസ്സിലാക്കിയ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതിനകത്തൊക്കെ ബസ്മതി റൈസാണ് അവർ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ബിരിയാണി കഴിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. നമ്മളിന്ന് പോകാൻ പോകുന്ന ഡെസ്റ്റിനേഷൻ പോയിന്റ് എന്ന് പറയുന്നത് ഉറുമ്പി ഹിൽസ്, ഉറുമ്പിക്കര. ഇത് കോട്ടയം ഇടുക്കി ബോർഡറിൽ വരുന്ന പ്ലേസ് ആണ്. നിയർ ടൗൺ എന്ന് പറയുന്നത് വാഗമൺ ആണ്. ദെൻ കൊച്ചിയിൽ നിന്ന് എന്തായാലും 4 മണിക്കൂറുണ്ട്. ഞാൻ പറഞ്ഞതിലൊരു മിസ്റ്റേക്ക് ഉണ്ട്. ദ നെയിം ഉറുമ്പി ഹാവ് സം ട്രൈബൽ ഒറിജിൻസ് എന്നാണ് ഞാൻ വായിച്ചത്. ആൻഡ് ഇവിടുത്തെ ഒരു എസ്റ്റേറ്റിൻ്റെ പേരും ഉറുമ്പി എന്നാണ്. അങ്ങനെയാണ് ഈ ഒരു സ്ഥലത്തിന് ഉറുമ്പിക്കര എന്നൊരു പേര് വന്നത്. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഉറുമ്പി ഹിൽസ് വ്യൂ പോയിൻ്റ് ആണ്. പിന്നെ ഇങ്ങോട്ടേക്ക് എത്തിപ്പെടാനുള്ള ഓഫ് റോഡ് റൈഡും നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നമ്മൾ ഈ ക്യാമ്പിംഗ് സൈറ്റിലോട്ട് നടന്നു പോകാൻ പോവാണ്. ആൻഡ് ഞാൻ ഇത്രയും നേരം ആക്ച്വലി ഒന്നും സംസാരിച്ചിട്ടില്ല, ഓൺ വോയിസ് ഒന്നും സംസാരിച്ചില്ല. ബിക്കോസ് നിങ്ങൾക്കറിയാലോ ഞാൻ ഇൻട്രോവേർട്ടാണ്. സോ എനിക്ക് ഓൺ വോയിസ് സംസാരിക്കാനുള്ളൊരു ആ ഒരു കംഫർട്ട് സോൺ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ബാക്കി ഫുൾ ഞാൻ വോയിസ് ഓവർ ഇടുന്നതായിരിക്കും. ആൻഡ് എനിക്ക് കംഫർട്ടായിട്ടുള്ള ഏരിയാസിൽ ഞാൻ സംസാരിക്കും. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മൾ ഗേൾസ് മാത്രം ഫസ്റ്റ് ഇങ്ങനെ ടെൻറ്റിലോട്ട് പോവുകയാണ്. അവിടെ ചെന്നിട്ട് ഫ്രഷപ്പായിട്ട് എനിക്ക് ഈ സ്ഥലത്തിനെ പറ്റി വേറെ പ്രത്യേകിച്ച് ഒരു ഐഡിയയും ഇല്ല. ഞാൻ കുറച്ച് വ്ളോഗ്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു വേറെ ആൾക്കാരുടെ. അപ്പോൾ ആ ഒരു ചെറിയൊരിതുണ്ട്. പക്ഷേ അത് അങ്ങനെ ആയിരിക്കും ഇപ്പം ഒന്നും അറിയില്ല. ഇപ്പം മഴയൊന്നുമില്ല. ആൻഡ് പക്ഷെ നല്ല തണുപ്പുണ്ട് കേട്ടോ. മഴയില്ലെങ്കിലും തണുപ്പുണ്ട്. ചെറിയ മഴ പെയ്താൽ ഇറ്റ് വിൽ ബി ഗുഡ് ഇൻ ദിസ് എന്താ പറയുക മുടി വൈബിൽ നല്ല രസമാവാൻ ചാൻസ് ഉണ്ട്. സോ ലെറ്റ്സ് സീ ഹൗ ഇറ്റ് വിൽ ബി ഗോയിങ്. ആൻഡ് ഞാൻ കാണിച്ചു തരാം ബാക്കി കാഴ്ചകൾ. സ്റ്റേ ട്യൂൺഡ്. നമ്മളുടെ കൂട്ടത്തിലുള്ള ഫുൾ ഗേൾസ്. ഇത് ഞാനിപ്പോൾ തന്നെ വീണേനെ. അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് ഇവിടെ ഈ ടെൻറ്റിൻ്റെ നിയർ ബൈ എത്തിയിട്ടുണ്ട്. അവിടെ ഇൻസ്ട്രക്ഷനുമായിട്ട് ജിസൻ സാവുണ്ട്. യെസ്, ഇതാണ് ഗൈസ് നമ്മളുടെ ടെൻറ്റ്. ഇവിടെയാണ് നമ്മളിന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്നത്. ആൻഡ് ലാസ്റ്റ് ഞാൻ അടിമാലി പോയിട്ടുണ്ടായിരുന്നപ്പോൾ അപ്പോഴാണ് ഞാൻ ടെൻറ്റിൽ താമസിക്കുന്നത്. ഇറ്റ് വാസ് സോ ഗുഡ്. ദിസ് ഈസ് ദ സെക്കൻഡ് ടൈം. വർക്കൊക്കെ ചെയ്യും. സോ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഫ്രഷ് അപ്പ് ആകാൻ ടൈം തരാം.
സോ ഇപ്പൊ ജസ്റ്റ് ഒന്ന് സെറ്റ് ആയിട്ട് റെഡി ആയിരുന്നു. ഒരു 4:15 കേട്ടോ. ഇപ്പൊ 3:45 ആയിട്ടേ ഉള്ളൂ, 3:50 ആയിട്ടേ ഉള്ളൂ. ആണ് നമ്മളുടെ ടെൻറ്റ്. ആൻഡ് ഞാനും ഈ കൊച്ചും, നമ്മളുടെ കൂടെ വേറെ ആരാളുള്ളത്? രണ്ടാളുള്ളൂ. ഓക്കെ, നമ്മൾ 2 പേരാണ് ഈ ടെൻറ്റിൽ ഉള്ളതിന്ന്. ഓക്കെ, ഇവിടെ നല്ല കാറ്റുണ്ട് കേട്ടോ, നല്ല തണുത്ത കാറ്റിങ്ങനെ വീശിക്കൊണ്ടിരിക്കുക. ആൻഡ് കുറേ ടെൻറ്റുകൾ കണ്ടോ ബാക്ക്ഗ്രൗണ്ടിൽ. എനിക്ക് തോന്നുന്നു ഇവിടെയുള്ള ബാക്കി ടെൻറ്റുകളൊക്കെ ബോയ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇതാണ് ഇവിടുത്തെ ഫുൾ ടെൻറ്റ്. ഓക്കെ, ഇനി നമുക്ക് വ്യൂ നോക്കാം. ഷൂസൊക്കെ അഴിച്ചിരുന്നെങ്കിൽ ഇവിടെ ഇരിക്കണമായിരുന്നു. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞ് നമ്മൾ ഈ ഒരു വ്യൂ പോയിന്റിലോട്ട് ഇറങ്ങി. ഇവിടെ നമുക്ക് കുറച്ച് സെഷൻസ്, കുറച്ച് ഗെയിംസ്, ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാം വളരെ അടിപൊളിയായിരുന്നു. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുതൽ ഇൻട്രാക്ട് ചെയ്യാനും അറിയാനും പറ്റുന്ന ആക്ടിവിറ്റീസ് ആയിരുന്നു. അതിനുശേഷം നമ്മൾ പെട്ടെന്നിരുന്നപ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടത്. ഇവിടെ ഒരു പോയിന്റിൽ മാത്രം തന്നെ ഒരു വെളിച്ചം വരുന്നുണ്ടോ. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല മഞ്ഞ് വരാൻ തുടങ്ങി കേട്ടോ. പിന്നെ ഭയങ്കര തണുപ്പായിരുന്നു. ഞാൻ ആക്ച്വലി ഇത്തവണ വരുമ്പം സ്വെറ്ററോ കാര്യങ്ങളോ ഒന്നും എടുത്തില്ല. പക്ഷേ എടുക്കേണ്ടതായിരുന്നു, ഞാൻ വിട്ടുപോയി. എനിവേ ഇറ്റ്സ് ഓക്കെ. എനിക്ക് സഹിക്കാൻ പറ്റാത്ത തണുപ്പൊന്നും ഉണ്ടായില്ല. അങ്ങനെ രാത്രിയായി. നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ചു. ഇതാണ് ഇതിൻ്റെ എന്താ പറയുക, ഈ ടെൻറ്റിൻ്റെ കുറച്ച് മുമ്പുള്ള ഒരു ഏരിയ. ഇവിടെ നിന്നാണ് നമ്മൾ ഫുഡൊക്കെ കഴിക്കുന്നത്. ആൻഡ് ഇറ്റ്സ് ടൈം ഫോർ ഡിന്നറിന് നമുക്കുണ്ടായിരുന്നത് ഗീ റൈസ്, ചിക്കൻ കറി, റൈത്ത, പിന്നെ ചപ്പാത്തി ഉണ്ടായിരുന്നു, വെജ് കറി ഉണ്ടായിരുന്നു. അങ്ങനെ ഡിന്നർ അടിപൊളിയായിരുന്നു കേട്ടോ, എനിക്കിഷ്ടപ്പെട്ടു. നാഗപടത്തിന്റെ 3 വാക്ക്. ഫസ്റ്റ് രണ്ടാമത്തെ പാഠം, മൂന്നാമത്തെ തമ്പുരാട്ടി. ഈ പടത്തിന്റെയും തമ്പുരാട്ടിന്റെ ഇടയിൽ നാഗപടം. 25 സെക്കൻഡുള്ള 25 സെക്കൻഡ് കൂടാരം. രണ്ടാമത്തെ ലെറ്റർ കൂടാണ്. ഒന്നാമത്തെ ലെറ്റർ അല്ല കാട്. കാടല്ലടാ മതില്. അമ്പലം കഴിയണേ ബ്രോ. പൊന്നാവരം എങ്ങനെ പറയുന്നത്? അത് ഇങ്ങനെ കാണിച്ചു, പിന്നെ ഇങ്ങനെ കാണിച്ചു. അന്നത്തെ ദിവസം രാത്രി ഞങ്ങൾ ഇത്രയും പേർ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഇതുപോലത്തെ ഗെയിംസൊക്കെ കളിച്ചിരുന്നു. ഈ ഗെയിം എന്ന് പറയുന്നത് ഒരാൾ ഡാൻസ് സ്റ്റെപ്പ് കാണിച്ചു കൊടുത്ത് ഇങ്ങനെ പാസ് ചെയ്ത് കാണിക്കും. ഡാൻസ് സ്റ്റെപ്പ് കാണിച്ചു കൊടുത്ത വ്യക്തി ഞാനായിരുന്നു. ഗുഡ് മോർണിംഗ് ക്യൂട്ടീസ്, ആൻഡ് ഇറ്റ്സ് ഡേ 2. അപ്പോൾ നമ്മൾ രാവിലെ അറൗണ്ട് 6 AM നമ്മൾ ട്രക്കിങ്ങിന് സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് ഫസ്റ്റ് ഈ ഒരു വ്യൂ പോയിന്റിലോട്ടാണ് പോയത്. സൺറൈസ് പ്ലസ് ദിസ് വ്യൂ പോയിന്റ് വാസ് ജസ്റ്റ് ഓ മൈ ഗോഡ്, അടിപൊളിയായിരുന്നു. ആൻഡ് അവിടെ നമുക്കൊരു യോഗ സെഷൻ ഉണ്ടായിരുന്നു. യോഗ സെഷനൊക്കെ കഴിഞ്ഞ് ഒരു പ്രാണായാമമൊക്കെ കഴിഞ്ഞ് നല്ലൊരു ഡീപ്പ് ബ്രെത്ത് ഒക്കെ എടുത്ത് ആ ഒരു സുഖത്തിൽ നമ്മളിങ്ങനെ ഈ മലകളൊക്കെ ഇറങ്ങി ദൂരെയുള്ള മദാമ വെള്ളച്ചാട്ടത്തിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഗായ്സ്, അപ്പോൾ നമ്മളിപ്പോൾ കാണാൻ പോകുന്ന വെള്ളച്ചാട്ടത്തിന്റെ പേരെന്താണ് പറയൂ? അറിയില്ല. മദാമ വാട്ടർഫോൾസ്. അതിന്റെ ഹിസ്റ്ററി എന്താണ്? അവിടെ മദാമ വന്നിട്ടുണ്ടായിരുന്നു.
മദാമ ഒന്ന് ആദ്യത്തെ മദാമ ഒന്ന് കുളിച്ച സ്ഥലമാണ് ഈ വാട്ടർഫാൾസ്. ഐ സി. അപ്പൊ നമ്മളിപ്പോ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മറ്റേ വെട്ടത്തിലെ സാടിയാ അല്ല, ദേവസേന പോലെ. നീ അവിടെ കിടന്ന, ഞാൻ നിന്റെ തോളത്ത് ചവിട്ടി വരും. അപ്പൊ അയ്യോ, ഇത്തിരി വഴി തരുമോ? ഇതാണ് ഇൻസ്റ്റാ 360. ഞാൻ ഇതിൽ കുറച്ച് ഷോർട്ടൊക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ ആഡ് ചെയ്യാം, കിട്ടുവാണെങ്കിൽ. എനിക്ക് കിട്ടുവാണെങ്കിൽ ഞാൻ ആഡ് ചെയ്യാം. ദിസ് ഈസ് സിംഗർ ആകർഷ്. ഹായ്. ഭയങ്കര ചാനലിന്റെ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ലാന്നുള്ളൂ. നീ അല്ലേ പറഞ്ഞ ഇട്ടിട്ടില്ലാന്ന്? നിന്റെ തന്നെ. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനാണോ? എന്തൊരു സ്നേഹം. ഓ, ഇവന്റെ പാട്ട് അടിപൊളിയാണ് കേട്ടോ, നല്ല വോയിസ് ആണ്. വണക്കം. ഈ ബാക്കിയുള്ള ഗൈസ് അപ്പോൾ നമുക്കവിടെ ആ ഒരു വ്യൂ പോയിന്റിൽ വെച്ചിട്ട് ഒരു യോഗ സെഷൻ ഉണ്ടായിരുന്നു. പ്രാണായാമം കാര്യങ്ങളൊക്കെ ചെയ്തു. അതിനൊന്നും ഷോട്ട് ചെയ്യാൻ എടുത്തിട്ടില്ല, ബിക്കോസ് ഐ വാസ് ബിസി വിത്ത് യോഗ. അതിൻ്റെ അടിക്കാനൊന്നും എടുത്തില്ല. ആൻഡ് നമ്മളിപ്പം വാട്ടർഫോൾസ് കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ എൻ്റെ ബ്രീത്തിങ് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഫൈൻ. പിന്നെ ചെറിയൊരു മഴക്കാറുണ്ട്. ആൻഡ് ഞാൻ എൻ്റെ മൈക്ക് ഇപ്പോൾ എടുത്തിട്ടില്ല, സോ അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പം നമുക്ക് വെള്ളച്ചാട്ടം എത്തിയിട്ട് കാണാം. ആൻഡ് ഇവിടെ കുറച്ച് പേര് നമുക്ക് തരാതെ സ്നാക്സ് കഴിക്കുന്നുണ്ട് ഗൈസ്. ഞങ്ങൾ സ്നാക്സ് കഴിക്കുന്നു. അതെ, പ്ലാസ്റ്റിക് ഇടാൻ പാടില്ല. ഒരെണ്ണം രണ്ടാഴ്ച ഷെയർ ചെയ്ത് നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തോട്ടാണ് നമ്മൾ പോകാൻ പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. Okay, next day. എടാ അവിടെ നിൽക്കുന്നു. ആൻഡ് ദിസ് ഈസ് ദ മദാമക്കുളം വാട്ടർഫോൾസ്. ഇത്രയും ഡെൻസ് ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ ഒരു കുളവും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വാട്ടർഫോൾസും. ഉറുമ്പി ഹിൽസിൻ്റെ മെയിൻ അട്രാക്ഷൻ പോയിൻ്റാണ് ഈ മദാമ വാട്ടർഫോൾസ് എന്ന് പറയുന്നത്. മദാമ വാട്ടർഫോൾസിൽ നമ്മളുടെ കൂട്ടത്തിലുള്ള കുറച്ച് പേര് മാത്രമായിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. കാരണം ഇറ്റ്സ് കുറച്ച് ഡെപ്ത് ഉണ്ട്. സോ ഈ ഒരു പ്ലേസിലാണ് നമ്മളെല്ലാവരും കുളിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇറ്റ്സ് വെരി സേഫ് ആൻഡ് ഒരുപാട് ആഴമൊന്നും ഉണ്ടായിരുന്നില്ല. സോ എല്ലാവർക്കും ഇറങ്ങാൻ പറ്റിയൊരു കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു പ്ലേസ് ആയിരുന്നു ഇത്. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മളുടെ ട്രക്കിംഗ് ഈസ് ഓൾമോസ്റ്റ് കമ്മിങ് ടു ആൻ എൻഡ്. നമ്മൾ തിരിച്ചു പോവാണ്. ഈ മല മുഴുവൻ നമ്മൾ കയറണം ഗൈസ്. ഒരു കാതിലോല ഞാൻ കണ്ടീല. പാൽ തിളച്ചു ആൻഡ് ഇറ്റ്സ് ടൈം ടു സേ ഗുഡ് ബൈ ടു ദോസ് ടെൻസ്. ആക്ച്വലി ഞാൻ ഈ ടെൻറ്റിൽ കിടന്നിട്ടില്ല, എന്നാലും ഗുഡ് ബൈ പറയുന്നു. ഇപ്പോൾ നമ്മൾ ഒരു 10:30 ഒക്കെ ആയപ്പോഴാണ് നമ്മൾ തിരിച്ചെത്തിയത്. ഒന്ന് ഫ്രഷപ്പ് ഒക്കെ ആയി 11:30 നമ്മൾ തിരിച്ചിറങ്ങുവാണ്. നമ്മളുടെ ജീപ്പൊക്കെ വന്നു. അങ്ങനെ ഈ ഒരു ക്യാമ്പ് സൈറ്റിനോട് നമ്മൾ വിട പറയുകയാണ്. അങ്ങനെ ഇറങ്ങി നമ്മൾ പൈൻ ഫോറസ്റ്റിൻ്റെ ആ ഒരു ഭാഗത്തായിരുന്നു വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നത് ടു ഹാവ് ദ ലഞ്ച്. അങ്ങനെ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് കുറേ നമ്മൾ നടന്നു. അപ്പോൾ എൻ്റെ ഹെയറൊക്കെ ഞാൻ നോക്കിയപ്പോൾ ഭയങ്കര ഡ്രൈ ആയിട്ട് കിടക്കുന്നു. ഇനി റൂമിൽ പോയിട്ട് വേണം അതൊക്കെ ഒന്ന് സെറ്റാക്കാൻ. എന്തായാലും ഞാൻ ഒരു ട്രിപ്പിന് വന്നാലെന്ന് വിചാരിച്ച് ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യാതെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കുറേ നടന്നു ഗൈസ്. പക്ഷേ അവിടെയൊക്കെ ഭയങ്കര തിരക്കായതുകൊണ്ട് പെട്ടെന്ന് ഫുഡ് തീർന്നു. അങ്ങനെ ഒരു വിധത്തിൽ നമ്മൾ തപ്പി ഒരു ഹോട്ടലിൽ വന്നിരുന്ന് ചിക്കൻ ബിരിയാണി പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ചിക്കൻ ബിരിയാണി തീർന്നു. അങ്ങനെ ലാസ്റ്റ് ബീഫ് ബിരിയാണി പറഞ്ഞു. എനിക്ക് സത്യം പറയാലോ ഗൈസ്, എനിക്ക് ഈ ഒരു ഏരിയാസിലുള്ള ഹോട്ടലത്തെ ഫുഡ് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഇവിടുത്തെ ഈ എന്തോ എനിക്ക് ബീഫ് ബിരിയാണി ഒന്ന് കഴിച്ചിട്ട് എനിക്ക് ഒട്ടും ജസ്റ്റ് കുഴപ്പമില്ല എന്നല്ലാതെ എനിക്ക് നല്ലൊരു ഫുഡായിട്ട് ഫീൽ ചെയ്തില്ല.
അങ്ങനെ ഒരു വിധത്തിൽ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ച് പൈൻ ഫോറസ്റ്റിന് അങ്ങോട്ടേക്ക് നടന്നു. പക്ഷേ അവിടെ എക്സ്പ്ലോർ ചെയ്യാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ തിരിച്ച് ബാക്ക് ടു കൊച്ചി നമ്മളുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് ഈ ഒരു സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞത് എന്നുള്ളൊരു കാര്യം ഞാൻ എടുത്തൊരു ബെസ്റ്റ് ഡിസിഷനായിരുന്നു. ഐ ഗോട്ട് സോ മച്ച് ഫ്രണ്ട്സ്, ഒരുപാട് ഇമോഷൻസ്, ഒരുപാട് മെമ്മറീസ് ആൻഡ് ഒരുപാട് നല്ല കാഴ്ചകൾ കാണാൻ പറ്റി. ആൻഡ് ഞാൻ ഈ വ്ളോഗ് ഇവിടെ വെച്ച് എൻഡ് ചെയ്യാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്തൊരു വ്ളോഗിൽ കാണുന്നത് വരെ ഇറ്റ്സ് മീ രഞ്ജിമ സൈനിങ് ഓഫ്. ലവ് യു ഗൈസ്.